കർത്തൃദിനം, ശ്രേഷ്ഠദിനം, ആരാധനക്കു വിശുദ്ധദിനം. ഹല്ലേലൂയ ഗാനം ചൊല്ലി ഹൃദയങ്ങൾ വാഴ്ത്തിടാം. ദൈവ തിരുനാമത്തെ സ്തുതിക്കാം. സ്നേഹമുള്ളവരെ, തിരികെ വന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊള്ളാം, നിനക്കായി ഞാൻ ഭവനം ഒരുക്കുന്നു എന്ന് വാക്ക് തന്ന് സ്വർഗാരോഹണം ചെയ്ത യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം. ഭിക്ഷാന്തേഹിയായ ഒരു സന്യാസിയെ ഒരിക്കൽ കാണുവാനിടയായി. വിദ്യാസമ്പന്നനായിരുന്നു അദ്ദേഹം. മുഷിഞ്ഞ വേഷം, വിനീത ഭാവം. പക്ഷേ അല്പം സംസാരിച്ചപ്പോൾ മാത്രമാണ് വെയിൽ കൊണ്ട് നിറം മങ്ങിയ ശരീരത്തിനുള്ളിൽ ആധ്യാത്മികതയുടെ പരിവേഷമണിഞ്ഞ ഒരു ദിവ്യപുരുഷൻ കുടികൊള്ളുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. ഭിക്ഷയെടുത്താണ് അദ്ദേഹം യാത്ര ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് അപ്പോൾ വേണ്ടത് 1 രൂപ മാത്രമായിരുന്നു. എത്തേണ്ട സ്ഥലത്തെത്താൻ 1 രൂപ കൂടി മാത്രം മതി. അവിടെ ചെന്നു കഴിഞ്ഞ് ആഹാരത്തിന് വേണ്ടത് ആരെങ്കിലും കൊടുക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. അന്നന്ന് ആവശ്യത്തിനുള്ളത് മാത്രമേ അദ്ദേഹം ആരോടെങ്കിലും ചോദിക്കൂ. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ അതിൽ അന്തർഭവിച്ചിരിക്കുന്ന ഫിലോസഫി അദ്ദേഹം പറഞ്ഞു: കയ്യിലൊന്നുമില്ലെങ്കിൽ എവിടെയും സുഖമായി കിടന്നുറങ്ങാം. നാം മുറുകെ പിടിച്ചിരിക്കുന്ന പലതിൽ നിന്നും പിടിവിടാതെ നമുക്ക് ഉറക്കം വരികയില്ല എന്ന് ഓർക്കുക. ആപത്തുകൾ നമ്മെ വലയം ചെയ്യുമ്പോൾ സ്വയം രക്ഷപ്പെടാൻ വല്ല പഴുതുമുണ്ടോ എന്ന് നാം നോക്കും. മാനുഷികമായ ശക്തി സാധ്യതകളിൽ പിടിമുറുക്കുകയും ചെയ്യും. എന്നാൽ നിസ്സഹായ അവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ മുഖത്തേക്ക് പലരും നോക്കുകയുള്ളൂ. എല്ലാറ്റിൽ നിന്നും പിടിവിട്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കുന്നവരുടെ നേരെ അവിടുന്ന് സഹായത്തിൻ്റെ കൈ നീട്ടും, സംശയമില്ല. ഗലീല കടലിലെ തിരമാലകളുടെ ഉച്ചിയിൽ ചവിട്ടി നടന്നു വരുന്ന ഗുരുനാഥന്റെ അടുക്കിലേക്ക് നടന്നു എന്ന പത്രോസ് ഒരു നിമിഷം ഗുരുനാഥന്റെ മുഖത്തു നിന്ന് നോട്ടം പിഴിച്ച് തന്നിലേക്ക് തന്നെ നോക്കി. പെട്ടെന്ന് പത്രോസ് താഴുവാൻ തുടങ്ങി. അപ്പോൾ യേശുതമ്പുരാൻ കൈനീട്ടി പത്രോസിനെ പിടിച്ചു, രക്ഷിച്ചു എന്ന് നാം വായിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ മുഖത്ത് നിന്ന് നമ്മുടെ നോട്ടം ചിലപ്പോൾ തെന്നും. എന്നാൽ നമ്മെ വിഴുങ്ങുവാൻ ഭാവിക്കുന്ന തിരമാലകളിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവം തമ്പുരാൻ കൈനീട്ടും. സ്നേഹമുള്ളവരെ, ഇന്ന് ദേവാലയങ്ങൾ ശൂന്യമായിക്കൊണ്ടിരിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്ഥിതിവിശേഷം ഇന്ത്യയിലെ വൻകിട നഗരങ്ങളിലേക്കും വ്യാപിച്ചു തുടങ്ങിയിരിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ 5 ദിവസം കഠിനാധ്വാനം ചെയ്ത ശേഷം ആളുകൾ വാരാന്ത്യ വിനോദങ്ങളിൽ ഏർപ്പെടുകയും വിശ്രമിക്കുകയും ചെയ്യും. അതിനിടയ്ക്ക് പള്ളിയിൽ പോകാൻ ആർക്കുണ്ട് നേരം? ഈ സംസ്കാരത്തിന്റെ സ്വാധീനം ഇന്ത്യയിലേക്കും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ നമ്മുടെ ദേവാലയങ്ങളിൽ ആരാധകരുടെ സംഖ്യ വർദ്ധിച്ചു വരികയാണെന്ന് ചിലർ പറഞ്ഞേക്കാം. അതുകൊണ്ട് പള്ളികൾ പൊളിച്ചു പണിയുകയും പുറമോ മോടി പിടിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആരാധിക്കുവാൻ വന്നുകൂടുന്ന ജനങ്ങളുടെ അകം ശൂന്യമായി തീർന്നുകൊണ്ട് ഇരിക്കുകയാണ്. മനുഷ്യ കരങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന മന്ദിരങ്ങളിലാണ് ദൈവം വസിക്കുന്നതെന്നാണ് സാധാരണക്കാരൻ കരുതുന്നത്. എന്നാൽ മനുഷ്യ ഹൃദയങ്ങൾ ദൈവം വസിക്കുന്ന ആലയങ്ങളായി തീരുന്നില്ല എങ്കിൽ ശൂന്യതയായിരിക്കും അവിടെ കുടിപാർക്കുക എന്ന് നാം മറന്നുപോകരുത്. സങ്കീർത്തനക്കാരൻ തൻ്റെ 16-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പ്രത്യാശയുടെ അനുഭവത്തിൽ ഏത് ദുരിത അനുഭവങ്ങളെയും തരണം ചെയ്യുവാനുള്ള ശക്തി ആർജിക്കുവാൻ തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം നമ്മെ നയിക്കട്ടെ. ആ ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാം. ദൈവ സാന്നിധ്യ ബോധം നമ്മളിൽ ഉരുവാവട്ടെ. തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജോൺ പോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ.